എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ നാളെ വൈകുന്നേരം 4 മണി വരെ hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെ അഡ്മിഷൻ ലഭിക്കാതിരുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ് നോൺ ജോയിനിങ് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. അതായത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ കുറേ വിദ്യാർത്ഥികൾ കയറിയിട്ട് ആ ഒരു ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്നാണ് തോന്നുന്നത്. ജസ്റ്റ് വെബ്സൈറ്റ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലിങ്ക് ജസ്റ്റ് ഇപ്പോൾ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഒരു പേജിൽ കാണാൻ പറ്റും. അതിൽ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ എന്നുള്ള ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താവുന്നതും തെറ്റുകൾ തിരുത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്തിയ ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 10-20 സ്കൂളെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും ഒരു ഓപ്ഷൻ കൊടുത്താൽ അലോട്ട്മെൻറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതൊരു സ്കൂളും ഏതൊരു കോഴ്സും ഓപ്ഷനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. മിനിമം ഒരു 10 സ്കൂളെങ്കിലും മിനിമം നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ സ്കൂൾ വൈസ് വേക്കൻസീസിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസീസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു സ്കൂളുകൾക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളിലേക്കും ഓപ്ഷൻ കൊടുക്കുക. മിനിമം ഒരു 10 ഓപ്ഷനെങ്കിലും കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലുള്ള വേക്കൻസിക്ക് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ അല്ലെങ്കിൽ നിലവിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് അഡ്മിഷനായിട്ട് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ അറിയാത്ത വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വൈകുന്നേരം 4 മണി വരെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ഡൗട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് കാണാം. അപ്പോൾ ഈ ഒരു ഡൗട്ട്സ് നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് സംബന്ധിച്ചുള്ള അതായത് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവിധ ഡൗട്ട്സുകളും ഈ ഒരു ഡീറ്റെയിൽസ് ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ എങ്ങനെ നിങ്ങൾ സമർപ്പിക്കണം അതുപോലെയുള്ള ഡീറ്റെയിൽസുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം അതായത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഏതൊരു വിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ കാസ്റ്റ് സംബന്ധിച്ചുള്ള ആ ഒരു ഡീറ്റെയിൽസും ഇതിൽ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇത് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്നിലധികം ജില്ലകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി ആയിട്ട് നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങളാണ് അതിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നൽകുക. മിനിമം ഒരു 10-30 സ്കൂളെങ്കിലും അല്ലെങ്കിൽ ഓപ്ഷനെങ്കിലും നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം റാങ്ക് ബേസിലായിട്ടാണ് അഡ്മിഷൻ. ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകുന്നേരത്തോടെ ഒരു വീഡിയോ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളിലേക്കും അപേക്ഷിക്കുക. സ്വന്തമായിട്ട് അപേക്ഷിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.